ഇന്ന് ഞാനൊരു ചക്ക പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓണത്തിന് നമ്മൾ എത്ര തരം പായസം ഉണ്ടാക്കിയാലും നമുക്ക് മതി വരത്തില്ല. നല്ല പഴുത്ത ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള പായസത്തിനോടൊപ്പം ഒരു ചക്ക പായസം കൂടി ആവാം. നമുക്കിതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ കുറച്ച് ചക്ക അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നോൺ സ്റ്റിക്ക് പാത്രമോ ഒരു ഉരുളിയോ എടുത്തിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വഴറ്റിയെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും അത്ര അങ്ങോട്ട് ഫ്രൈ ആയി എടുക്കണ്ട, ചെറിയൊരു കളർ മാത്രം മാറിയാൽ മതി. ഞാൻ ആ ചക്ക അരച്ചപ്പോൾ ഞാൻ അതിൽ നിന്നൊരു 3-4 ചക്കച്ചോള എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. നമുക്കതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ചക്കച്ചോളയും നമുക്ക് അത്ര വലിയ ഫ്രൈ ആക്കി എടുക്കണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇങ്ങനെയുള്ള പായസങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള പാത്രം വേണം നമ്മൾ വെക്കേണ്ടത്. അടിക്ക് പിടിക്കാതെ നോക്കണം. അടിക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ചക്കയുടെ പീസ് ഞാൻ കുറച്ച് വഴറ്റി വെച്ചേക്കുന്നതേ നമുക്ക് പായസം കഴിക്കുന്ന ഉടനെ ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ആ നെയ്ക്കകത്തൊക്കെ വഴറ്റിയ ആ ചക്കയുടെ പീസ്, അതുകൊണ്ടാണ് ഞാനത് കുറച്ച് വഴറ്റി മാറ്റി വെച്ചേക്കുന്നത് പായസത്തിൽ ചേർക്കാൻ. നമ്മൾ അരച്ച് വെച്ച ചക്കപ്പഴത്തിൻ്റെ പേസ്റ്റ് നമുക്ക് ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ശരിക്കും ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാതെ. ഇത് അടിക്ക് പിടിച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ ടേസ്റ്റ് മാറും. അപ്പം എൻ്റെ പാത്രത്തിന് ചെറുതായിട്ട് കരിഞ്ഞു വരുന്നുണ്ട്. അപ്പം ശരിക്കും അടിക്ക് പിടിക്കാതെ നമ്മളിത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പം നമ്മുടെ ചക്കയുടെ പേസ്റ്റ് അങ്ങനെ വഴറ്റി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 300 ഗ്രാം ശർക്കരയാണ് ഇതിന് പാനി കാച്ചി വെച്ചേക്കുന്നത്. നമുക്കതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് എൻ്റെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും കമൻറ്റും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അങ്ങനെ നമ്മുടെ ചക്കയും നമ്മുടെ ശർക്കരപ്പാനി എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. ഞാനിത് ഒരു തേങ്ങയുടെ പാലാണ് 1-ാം പാലും 2-ാം പാലുമായിട്ട് മാറ്റി വെച്ചേക്കുന്നത്. നമുക്കിതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1 നുള്ളി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ 1 നുള്ളി ഉപ്പ് ചേർക്കുന്നതേ നമ്മുടെ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അതിനുശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം, ഒരു ടേസ്റ്റിന് വേണ്ടി. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ, ഇല്ലെങ്കിൽ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടത്തില്ല. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക്. നമ്മുടെ 1-ാം പാലെല്ലാം മിക്സായിട്ടുണ്ട്. നമുക്കിനി ആ വഴറ്റി വെച്ചേക്കുന്ന ചക്കപ്പഴവും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തേക്കുവാണ്. നമ്മൾ 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തേക്കണം. അപ്പം അങ്ങനെ നമ്മുടെ ചക്ക പായസം റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല പഴുത്ത ചക്ക കിട്ടിക്കഴിഞ്ഞാൽ അത് മുഴുവൻ കഴിച്ചു തീർക്കാതെ നമുക്ക് നല്ല ഒരു ചക്ക പായസം കൂടി ഈ ഓണത്തിന് തയ്യാറാക്കാം. നമ്മൾ ആ വഴറ്റിയിട്ട ചക്കയുടെ പീസെല്ലാം അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അപ്പം നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.